ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ യുവതലമുറേൻ്റെ കുറച്ച് നെഗറ്റീവ്സ് പറയാനാണ്. നെഗറ്റീവ്സ് അല്ല, ചതിക്കുഴികൾ തിരിച്ചറിയാൻ പറ്റാത്തൊരു യുവതലമുറയായി പോയല്ലോ നമ്മുടെ ഇന്നത്തെ യൂത്ത് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. വേറൊന്നുമല്ല, കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസി കാസിൽഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി, കാസിൽഡ. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് മെയിനായിട്ട് വന്ന് പറയുന്നത്. അവളുടെ ഏകദേശം 3.5 ലക്ഷം പ്ലസ് ഒരു 50,000, അങ്ങനെ 4 ലക്ഷത്തോളം രൂപ ഒരു കുട്ടിയുണ്ട്. അതുപോലെ തന്നെ ഒരു 180ഓളം ആൾക്കാരുടെ യൂത്തിൻ്റെ കുട്ടികളുടെ പൈസ ഈ ഏജൻസി വാങ്ങി വെച്ചിട്ട് അബ്രോഡ് ജോബ് വാഗ്ദാനം ചെയ്തിട്ടാണ് ഇത്രയും പൈസ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് അതിന് നടത്തിപ്പുകാർ 2 ആണുങ്ങളാണെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും മുങ്ങി. ഈ വിദേശ ജോലി അല്ലെങ്കിൽ യൂറോപ്യൻ ജോബ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും കമന്നടിച്ച് വീണ് കിടപ്പാടടക്കം വിറ്റ് ഉള്ള പൈസ മുഴുവൻ ഇവർക്ക് തൂക്കി വിറ്റ് കൊണ്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ യൂത്തിൻ്റെത്. മെയിനായിട്ട് നമ്മുടെ കേരളത്തിനുണ്ടാവുന്ന ഈ തൊഴിലില്ലായ്മ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട കേരളത്തിന്റെ അവസ്ഥ. ഇപ്പം കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യന്റെ മൊത്തമുള്ള അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, എങ്ങനെയെങ്കിലും പുറത്ത് പോവുക, യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ യൂത്ത് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ഫീൽഡായിട്ട് യാതൊരു ഇതില്ലെങ്കിലും എനിക്ക് സർട്ടിഫിക്കേഷൻ ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് കെയർ അസിസ്റ്റൻ്റായിട്ട് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാം. 12.5 ലക്ഷം രൂപയാണ് ഫീസ് പറഞ്ഞത്. ആദ്യം 70,000 രൂപ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. പിന്നീട് 3,22,000 രൂപ കാസിൽഡ എഡ്യൂക്കേഷൻസ് ഓവർസീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. മെലിസയെപ്പോലെ നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. വിദേശത്ത് നല്ലൊരു ജോലി എന്ന മോഹവുമായാണ് കാസിൽഡ എഡ്യൂക്കേഷൻ ഓവർസീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെടുന്നത്. ഓസ്ട്രേലിയ, കാനഡ, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ ജോലി കയക്കാമെന്നായിരുന്നു വാഗ്ദാനം. കാര്യങ്ങൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഘട്ടം ഘട്ടമായി പണവും വാങ്ങിയെടുത്തു. പറഞ്ഞ സമയത്ത് വിസ വരാതായതോടെയാണ് തട്ടിപ്പ് തിരിഞ്ഞത്. 1.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് ഓരോരുത്തരിൽ നിന്നും കൈപ്പറ്റുന്നത്. 8 കോടിയോളം രൂപ, ഇത്രയും 180 കാൻഡിഡേറ്റ്സുമായിട്ട് 8 കോടിയോളം രൂപ ഈ ഒരു ഏജൻസി തട്ടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ദയവേത് മക്കളെ, നിങ്ങളൊക്കെ ഇതൊന്ന് അന്വേഷിച്ചിട്ട് പോവുക. ഇപ്പൊ ഈ ഒരു പെൺകുട്ടി പറയുന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്തുനിന്ന്, അവർക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പെൺകുട്ടി മെഡിക്കൽ ഫീൽഡിലുള്ള ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോയി പൈസ തട്ടിച്ചേക്കുന്നത്. അതായത് മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് നേഴ്സിൻ്റെ, അതായത് കെയർ ഗിവറിൻ്റെ ജോലി വാങ്ങിച്ചു തരാം, നിങ്ങൾ ഇത്ര പൈസ തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടീനെ കബളിപ്പിച്ചേക്കുന്നത്. അപ്പം എൻ്റെ മോളെ, നിനക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചൂടെ, മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ എങ്ങനെ പോയിട്ട് ഒരു നഴ്സിൻ്റെ പണിയെടുക്കും? അപ്പോഴെങ്കിലും നിനക്ക് ചിന്തിച്ചുകൂടായിരുന്നു, ഇത് തട്ടിപ്പാണ്, ഫ്രോഡ് പരിപാടിയാണ് ഇവർ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫ്രോഡുകൾ നമ്മുടെ യുവതലമുറയെ മുതലാക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ട്. നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളൊരിതിൽ മാത്രം നിൽക്കുന്ന കുട്ടികളെ മുതലെടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെ ബൾക്കായിട്ടുള്ള എമൗണ്ടാണ് ഇവർ തട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഇതുപോലുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചെറിയൊരു ക്ലിപ്പിങ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.